ഹലോ ഓൾ, വെൽക്കം ടു ദിശ അക്കാഡമി. എൻ്റെ പേര് ജിതിൻ. SSC ആൻഡ് റെയിൽവേ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങൾ എല്ലാവരും ഒരു കാര്യം നോട്ടീസ് ചെയ്തിട്ടുണ്ടാകും. റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള എല്ലാ എക്സാംസിലും ഗവൺമെന്റ് സ്കീംസിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, കൂടുതലായിട്ട് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അല്ല, മറിച്ച് ആ സ്കീംസിനെ കുറിച്ച് കുറച്ച് ഇൻ ഡെപ്ത് ആയിട്ട് അറിഞ്ഞാൽ മാത്രം ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷനെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ദിശ അക്കാഡമി ഗവൺമെന്റ് സ്കീംസിന്റെ ഈ ഒരു സീരീസ് ലോഞ്ച് ചെയ്യുന്നത്. സോ ഈ ഒരു വീഡിയോയിൽ ആൻഡ് ഇനി വരാൻ പോകുന്ന വീഡിയോസിലും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഗവൺമെന്റ് സ്കീംസിനെ കുറിച്ചുള്ള ഇൻ ഡെപ്ത് ആയിട്ടുള്ള അനാലിസിസ് ആയിരിക്കും നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് ഓരോ സ്കീംസ് ആയിട്ട് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്ത് പോകാം. സോ ഫസ്റ്റ് സ്കീം ആണെന്ത്, ജൽ ജീവൻ മിഷൻ, JJM. സോ ജൽ ജീവൻ മിഷൻ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് സ്കീം എന്ന് പറയുന്നത്. ഇനി ഒരു സ്കീമിനെ കുറിച്ച് പറയുമ്പോൾ ബേസിക് ആയിട്ട് ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ലോഞ്ച് ചെയ്ത വർഷം ഏതാണ്, ആൻഡ് എന്തായിരുന്നു ഈ ഒരു സ്കീമിന്റെ എയിം എന്ന് പറയുന്നത്, ഈ ഒരു സ്കീം ഏത് മിനിസ്ട്രിയുടെ അണ്ടറിൽ വരും, ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു സ്കീമുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കീ ഫാക്ടേഴ്സും കൂടി എന്ത് ചെയ്യണം, നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ജൽജീവൻ മിഷന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ജൽജീവൻ മിഷൻ ലോഞ്ച് ചെയ്യുന്നത് 15th ഓഗസ്റ്റ് 2019 സോ 2019 ഓഗസ്റ്റിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ജൽജീവൻ മിഷൻ ലോഞ്ച് ചെയ്യുന്നത്. ഇനി ജൽജീവൻ മിഷന്റെ ഒബ്ജക്റ്റീവ്, ഈ സ്കീം എന്തിനു വേണ്ടി ലോഞ്ച് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2024 റൂറൽ ഹൗസ് ഹോൾഡ്സിൽ, റൂറൽ ഏരിയാസിലുള്ള ഹൗസ് ഹോൾഡ്സിൽ എന്ത് ചെയ്യുക, ഡ്രിങ്കിങ് വാട്ടർ എത്തിക്കുക. എങ്ങനെ? ത്രൂ ഹൗസ് ഹോൾഡ് ടാപ്പ് കണക്ഷൻസ്. സോ ഫങ്ഷണൽ ആയിട്ടുള്ള ഹൗസ് ഹോൾഡ് ടാപ്പ് കണക്ഷൻസ് യൂസ് ചെയ്തുകൊണ്ട് 2024 എന്ത് ചെയ്യുക, റൂറൽ ഏരിയാസിലുള്ള ഹൗസ് ഹോൾഡ്സിൽ ഡ്രിങ്കിങ് വാട്ടർ എത്തിക്കുക. ആൻഡ് ആ ഡ്രിങ്കിങ് വാട്ടറിന്റെ ക്വാണ്ടിറ്റി എങ്ങനെയാണ്, 55 ലിറ്റർ പെർ പേഴ്സൺ പെർ ഡേ. സോ 2024 റൂറൽ ഏരിയാസിലുള്ള ഹൗസ് ഹോൾഡ്സിൽ ഫങ്ഷണൽ ഹൗസ് ഹോൾഡ് ടാപ്പ് കണക്ഷൻസ് വഴി എന്ത് ചെയ്യുക, ഡ്രിങ്കിങ് വാട്ടർ എത്തിക്കുക. ഏതളവില്? ഒരു ദിവസം ഒരു പേഴ്സണ് 55 ലിറ്റേഴ്സ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക, റൂറൽ ഏരിയാസിലേക്ക് ഡ്രിങ്കിങ് വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യുക. ആൻഡ് 2024 ഇത് അച്ചീവ് ചെയ്യണമെന്നാണ് 2019 ഈ ഒരു സ്കീം ലോഞ്ച് ചെയ്തപ്പോൾ ഗവൺമെന്റ് ഡിസൈഡ് ചെയ്തിരുന്നത്. ബട്ട് കോവിഡ് ഒക്കെ വന്ന് ചില പ്രശ്നങ്ങൾ മൂലം നമുക്ക് ഈ ഒരു ടാർഗറ്റ് ഇയറിൽ എന്ത് ചെയ്യാൻ സാധിച്ചില്ല, ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, നമ്മൾ ഈ ടാർഗറ്റ് ഇയർ എന്ന് പറയുന്നത് എക്സ്റ്റെൻഡ് ചെയ്ത് 2028 ആക്കി. സോ ഇപ്പോൾ ജൽജീവൻ മിഷന്റെ ടാർഗറ്റ് ഇയർ എന്ന് പറയുന്നത് 2028 ആണ്. 2028 ഈ ഒരു സ്കീമിന്റെ എയിം അച്ചീവ് ചെയ്യണമെന്നാണ് എന്ത് ചെയ്യുന്നത്, ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നത്. ഇനി ഈ ഒരു സ്കീം ഏത് മിനിസ്ട്രിയുടെ അണ്ടറിൽ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിനിസ്ട്രി ഓഫ് ജൽശക്തിയുടെ അണ്ടറിലാണ് ജൽജീവൻ മിഷൻ വരുന്നത്. സോ ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലാണ് ജൽജീവൻ മിഷൻ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിനിസ്ട്രി ഓഫ് ജൽശക്തിയുടെ അണ്ടറിലാണ് ജൽജീവൻ മിഷൻ വരുന്നത്. ആൻഡ് ഇത് ഏത് ടൈപ്പ് ഓഫ് സ്കീമാണ്? സോ ഒരു സ്കീമിനെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ അത് ഏത് ടൈപ്പ് ഓഫ് സ്കീം ആണെന്ന് കൂടി അറിഞ്ഞിരിക്കണം. സോ സ്കീം, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്കീംസ് നോക്കിക്കഴിഞ്ഞാൽ ജനറലി നമുക്ക് സ്കീംസിനെ എന്ത് ചെയ്യാൻ പറ്റും, മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ ആണെന്ത്, സെൻട്രൽ സെക്ടർ സ്കീം. സോ ഫസ്റ്റ് കാറ്റഗറി ആണ് സെൻട്രൽ സെക്ടർ സ്കീം. സെക്കൻഡ് വൺ ആണെന്ത്, സെൻട്രലി സ്പോൺസേർഡ് സ്കീം. സോ സെക്കൻഡ് വൺ ആണ് സെൻട്രലി സ്പോൺസേർഡ് സ്കീം. ആൻഡ് തേർഡ് വൺ ആണെന്ത്, സ്റ്റേറ്റ് ഗവൺമെന്റ് സ്കീംസ്. സ്റ്റേറ്റ് ഗവൺമെന്റ് സ്കീംസ്. സോ നമ്മൾ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിനാണ്, SSC ആൻഡ് റെയിൽവേ എക്സാംസിനാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് ഈ രണ്ട് സ്കീംസ് മാത്രമാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. സെൻട്രൽ സെക്ടർ സ്കീംസും സെൻട്രലി സ്പോൺസേർഡ് സ്കീംസും ആണ് നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഇനി എന്താണ് ഈ സെൻട്രൽ സെക്ടർ സ്കീം ആൻഡ് സെൻട്രലി സ്പോൺസേർഡ് സ്കീം എന്ന് നോക്കാം. സോ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സെൻട്രൽ സെക്ടർ സ്കീം, സോ സെൻട്രൽ സെക്ടർ സ്കീം എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സ്കീമിന്റെ ഫണ്ടിങ് എന്ന് പറയുന്നത് 100% സെൻട്രൽ ഗവൺമെന്റ് തന്നെയായിരിക്കും എന്ത് ചെയ്യുന്നത്, നിർവഹിക്കുന്നത്. സോ 100% ഫണ്ടിങ്ങും സെൻട്രൽ ഗവൺമെന്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സെൻട്രൽ സെക്ടർ സ്കീമിന്റെ കേസിൽ നിർവഹിക്കുന്നത്. സോ 100% ഫണ്ടിങ്ങും സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും ചെയ്യുന്നത്. ആൻഡ് ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ, ഈ ഒരു സ്കീമിന്റെ സെൻട്രൽ സെക്ടർ സ്കീംസിന്റെ ഇംപ്ലിമെന്റേഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ ഇംപ്ലിമെന്റേഷനും ചെയ്യുന്നത് ആര് തന്നെയായിരിക്കും, സെൻട്രൽ ഗവൺമെന്റ് തന്നെയായിരിക്കും, ത്രൂ സെൻട്രൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റ് ഏജൻസീസ്.
സോ സെൻട്രൽ സെക്ടർ സ്കീം എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സെൻട്രൽ സെക്ടർ സ്കീമാണ്, ഒരു സ്കീം സെൻട്രൽ സെക്ടർ സ്കീമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്കീമിന്റെ 100% ഫണ്ടിങ്ങും ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും. അതുകൂടാതെ ഈ ഒരു സ്കീമിന്റെ ഇംപ്ലിമെന്റേഷൻ നടത്തുന്നതും സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും. എങ്ങനെ? ത്രൂ സെൻട്രൽ ഗവൺമെന്റ് ഏജൻസീസ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്. അതാണ് സെൻട്രൽ സെക്ടർ സ്കീംസ്. അതേസമയം സെൻട്രലി സ്പോൺസേർഡ് സ്കീംസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഫണ്ടിങ് എന്ന് പറയുന്നത് എന്ത് ചെയ്യാണ്? ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ സെൻട്രലി സ്പോൺസേർഡ് സ്കീംസിന്റെ കേസിൽ ഫണ്ടിങ് എന്ത് ചെയ്യുകയാണ്? ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. സെന്ററും സ്റ്റേറ്റ്സും ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. മെജോറിറ്റി ഷെയർസും സെന്റർ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ബട്ട് ഈവൻ ദോ അവിടെ എന്ത് കാണും? ഷെയറിംഗ് കാണും. സോ കുറച്ച് മെജോറിറ്റി ഫണ്ടിങ്ങും സെന്റർ ആയിരിക്കും ആൻഡ് റിമൈനിങ് പോർഷൻ ആരായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്? സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഇംപ്ലിമെന്റേഷൻ എടുത്തു കഴിഞ്ഞാൽ സെൻട്രലി സ്പോൺസേർഡ് സ്കീംസിന്റെ കേസിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് എന്ത് ചെയ്യുന്നത്? ഇംപ്ലിമെന്റേഷൻ നടത്തുന്നത്. സോ ഈ ഒരു സ്കീമിന്റെ ഇംപ്ലിമെന്റേഷൻ നടത്തുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിരിക്കും. സോ സെൻട്രൽ സെക്ടർ സ്കീം, സെൻട്രലി സ്പോൺസേർഡ് സ്കീം. സെൻട്രൽ സെക്ടർ സ്കീമിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ 100% ഫണ്ടിങ്ങും സെൻട്രൽ ഗവൺമെന്റ് ആണ്. അതുപോലെ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതും സെൻട്രൽ ഗവൺമെന്റ് ആണ്. സെൻട്രൽ ഗവൺമെന്റ് ഏജൻസീസും ഡിപ്പാർട്ട്മെന്റ്സും വഴി സെൻട്രൽ ഗവൺമെന്റ് ആണ് എന്ത് ചെയ്യുന്നത്? ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യുന്നത്. ആൻഡ് സെൻട്രലി സ്പോൺസേർഡ് സ്കീമിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഫണ്ടിങ് ഷെയർ ചെയ്യുകയാണ് ബിറ്റ്വീൻ ദ സെന്റർ ആൻഡ് ദ സ്റ്റേറ്റ്. സോ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ഇവിടെ ഫണ്ടിങ് ഷെയർ ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. ആൻഡ് സെൻട്രലി സ്പോൺസേർഡ് സ്കീംസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ആരായിരിക്കും? സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിരിക്കും ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. സോ ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇനി ജൽജീവൻ മിഷന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇതെന്താണ്? ഒരു സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ്. എന്താണ് സെൻട്രലി സ്പോൺസേർഡ് സ്കീം? ഫണ്ടിങ് സെന്ററും സ്റ്റേറ്റ്സും തമ്മിൽ ഷെയർ ചെയ്യുന്നു. ഇംപ്ലിമെന്റേഷൻ നടത്തുന്ന ആരാണ്? സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ആണ് ഈ ഒരു പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഇനി ഫണ്ടിങ് സെന്ററും സ്റ്റേറ്റും ഷെയർ ചെയ്യുന്നെന്ന് പറഞ്ഞു. ഇനി ആ ഷെയറിംഗ് എങ്ങനെയാണ്? ആ ഒരു ഷെയറിംഗിന്റെ ഡിവിഷൻ എങ്ങനെയാണെന്ന് നോക്കാം. സോ 50-50 ആണെന്ത് ഈ ഒരു ഷെയറിംഗ് എന്ന് പറയുന്നത്. സോ സെന്ററും സ്റ്റേറ്റ്സും ഈ ഒരു സ്കീമിന്റെ ഫണ്ടിങ് ഷെയർ ചെയ്യുന്നത് 50-50 ആയിട്ടാണ്. സോ 50% സെന്റർ വഹിക്കും, ബാക്കി 50% ആര് വഹിക്കണം? സ്റ്റേറ്റ്സ് വഹിക്കണം. എന്നാൽ ഇതിന് ചില എക്സെപ്ഷൻസ് കൂടിയുണ്ട്. ചില സ്റ്റേറ്റ്സിന്റെ കേസിൽ ഈ ഒരു ഫണ്ടിങ് പാറ്റേണിന് ചില എക്സെപ്ഷൻസ് ഉണ്ട്. സോ മെജോറിറ്റി സ്റ്റേറ്റ്സിന്റെ കേസിലും 50-50 ആണ്. 50% സെൻട്രൽ ഗവൺമെന്റ് ആണ്, 50% സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ആണ് എന്ത് ചെയ്യുന്നത്? ഫണ്ട് ചെയ്യുന്നത്. എന്നാൽ ചില എക്സെപ്ഷൻസ് ഉണ്ട്. അതെന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഹിമാലയൻ സ്റ്റേറ്റ്സിന്റെ കേസിലും, ഹിമാലയൻ സ്റ്റേറ്റ്സ് ആയിട്ടുള്ള ഉത്തരാഖണ്ഡ് ആൻഡ് ഹിമാചൽ പ്രദേശ്, സോ ഹിമാലയൻ സ്റ്റേറ്റ്സ് ആയിട്ടുള്ള ഹിമാചൽ പ്രദേശും ഉത്തരാഖണ്ഡും, അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ്, 7 നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ്, ഇവരുടെ കേസിൽ ഫണ്ടിങ് ഷെയർ ചെയ്യുന്നതെന്ന് പറയുന്നത് 90% സെൻട്രൽ ഗവൺമെന്റും. സോ 90% സെൻട്രൽ ഗവൺമെന്റും ആൻഡ് 10% സ്റ്റേറ്റ് ഗവൺമെന്റ്സും ആയിരിക്കും എന്ത് ചെയ്യുന്നത്? കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. സോ നോർമലി ജൽജീവൻ മിഷന്റെ കേസിൽ 50-50 ആണ് ഷെയറിംഗ്. നോർമൽ സ്റ്റേറ്റ്സിന്റെ കേസിൽ 50-50 ആണ്. 50% സെന്ററും 50% സ്റ്റേറ്റ്സും. എന്നാൽ ഹിമാലയൻ സ്റ്റേറ്റ്സ് ആയിട്ടുള്ള ഉത്തരാഖണ്ഡിന്റെയും ഹിമാചൽ പ്രദേശിന്റെയും കേസിലും അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ്, 7 നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിന്റെ കേസിലും ഈ ഫണ്ടിങ് പാറ്റേണിന് വ്യത്യാസമുണ്ട്. 90% ഇവിടെ സെന്റർ ആയിരിക്കും കൊടുക്കുന്നത് ആൻഡ് 10% ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഇവിടെ സ്റ്റേറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇതാണ് ഒരു എക്സെപ്ഷൻ എന്ന് പറയുന്നത്. ഇനി യൂണിയൻ ടെറിട്ടറീസിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 100% ഫണ്ടിങ്ങും ആരായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്? സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. സോ യൂണിയൻ ടെറിട്ടറീസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ 100% ഫണ്ടിങ്ങും പ്രൊവൈഡ് ചെയ്യുന്നത് ആരായിരിക്കും? സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ജൽജീവൻ മിഷന്റെ ചില കീ അച്ചീവ്മെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു ജൽജീവൻ മിഷൻ പ്രകാരം 100% കവറേജ് അച്ചീവ് ചെയ്ത സ്റ്റേറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് ആണ്. സോ ജൽജീവൻ മിഷൻ സ്റ്റാർട്ട് ചെയ്ത് 2019 ലോഞ്ച് ചെയ്ത് ഇതുവരെ ഉള്ള ടൈം പീരീഡിൽ 100% അച്ചീവ് ചെയ്ത, അതായത് ആ ഒരു സ്റ്റേറ്റിലെ എല്ലാ റൂറൽ ഹൗസ് ഹോൾഡ്സിലും ടാപ്പ് കണക്ഷൻസ് വഴി ഡ്രിങ്കിങ് വാട്ടർ എത്തിച്ച സ്റ്റേറ്റ്സുകൾ 100% അച്ചീവ് ചെയ്ത സ്റ്റേറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സോ 100% അച്ചീവ് ചെയ്ത സ്റ്റേറ്റുകളുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അരുണാചൽ പ്രദേശ് ഉണ്ട്, ഗോവയുണ്ട്, ഹരിയാനയുണ്ട്, ഹിമാചൽ പ്രദേശ് ഉണ്ട്, ഗുജറാത്ത്, പഞ്ചാബ്, തെലങ്കാന ആൻഡ് മിസോറാം. ഇത്രയും സ്റ്റേറ്റ്സ് ആണെന്ത് ജൽജീവൻ മിഷന്റെ അണ്ടറിൽ 100% കവറേജ് അച്ചീവ് ചെയ്ത സ്റ്റേറ്റ്സ്. അതായത് 100%ഉം ആ ഒരു പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്ത സ്റ്റേറ്റുകൾ, ജൽജീവൻ മിഷൻ കംപ്ലീറ്റ് ചെയ്ത സ്റ്റേറ്റുകളാണെന്ത്? അരുണാചൽ പ്രദേശ്, ഗോവ, ഹരിയാന, ഹിമാചൽ പ്രദേശ്,
ഗുജറാത്ത്, പഞ്ചാബ്, തെലങ്കാന ആൻഡ് മിസോറാം. ഇത്രയും സ്റ്റേറ്റ്സുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? 100% കവറേജ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഇനി യൂട്ടീസിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ 100% കവറേജ് അച്ചീവ് ചെയ്ത യൂണിയൻ ടെറിട്ടറീസ് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് ഉണ്ട്, ദാദ്ര ആൻഡ് നാഗർ ഹവേലി ആൻഡ് ഡാമൻ ആൻഡ് ഡി ഉണ്ട്, ആൻഡ് പുതുച്ചേരി ഉണ്ട്. സോ 3 യൂട്ടീസ് ആണ് ജൽജീവൻ മിഷന്റെ അണ്ടറിൽ 100% കവറേജ് റൂറൽ ഹൗസ് ഹോൾഡ്സിൽ ഡ്രിങ്കിംഗ് വാട്ടർ എത്തിക്കുന്നത് 100% അച്ചീവ് ചെയ്ത 3 യൂട്ടീസ് ആണുള്ളത്. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്, ദാദ്ര ആൻഡ് നാഗർ ഹവേലി ആൻഡ് ഡാമൻ ആൻഡ് ഡ്യൂ, അതുപോലെ പുതുച്ചേരി. സോ ഇതാണെന്ത് ജൽജീവൻ മിഷനെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ഫാക്റ്റുകൾ. സോ നെക്സ്റ്റ് സ്കീമാണ് പ്രധാൻ മന്ത്രി കിസാൻ സമ്മാൻ നിധി, PM കിസാൻ. സോ അടുത്ത സ്കീമാണെന്ത് പ്രധാൻ മന്ത്രി കിസാൻ സമ്മാൻ നിധി, PM കിസാൻ. സോ ഈ പ്രധാൻ മന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഷോർട്ട് ഫോം ആണെന്ത് PM കിസാൻ എന്ന് പറയുന്നത്. സോ PM സ്റ്റാൻഡ്സ് ഫോർ പ്രധാൻ മന്ത്രി ആൻഡ് കിസാന്റെ എക്സ്പാൻഷൻ ആണെന്ത് കിസാൻ സമ്മാൻ നിധി. സോ കിസാൻ സമ്മാൻ നിധിയുടെ ഷോർട്ട് ഫോം ആണെന്ത് കിസാൻ എന്ന് പറയുന്നത്. സോ PM കിസാൻ സ്കീം ഓർ പ്രധാൻ മന്ത്രി കിസാൻ സമ്മാൻ നിധി. സോ ഇതാണ് അടുത്ത സ്കീം എന്ന് പറയുന്നത്. സോ കിസാൻ സമ്മാൻ നിധി PM കിസാൻ സ്കീം എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സ്കീം ലോഞ്ച് ചെയ്യുന്നത് ഫെബ്രുവരി 2019 സോ ഫെബ്രുവരി 2019 ഈ ഒരു സ്കീം എന്ത് ചെയ്യുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ബട്ട് ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത് എന്താണ് മുന്നേ ഉള്ള ഒരു ഡേറ്റിലാണ്, മുൻകാല പ്രാബല്യത്തോടു കൂടിയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു സ്കീം നിലവിൽ വരുന്നത്. ആൻഡ് ആ ഒരു ഇഫക്റ്റീവ് ഡേറ്റ് അതായത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് December 1, 2018 മുതലാണ്. സോ 2019 ഫെബ്രുവരിയിലാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു സ്കീം ലോഞ്ച് ചെയ്യുന്നത്. ബട്ട് ഈ ഒരു സ്കീം മുൻകാല പ്രാബല്യത്തോടു കൂടിയാണ് എന്ത് ചെയ്യുന്നത് നിലവിൽ വരുന്നത്. ആൻഡ് ആ ഡേറ്റ് എന്ന് പറയുന്നത് December 1, 2018 ആണ്. സോ ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ December 1, 2018 കണക്കാക്കിയാണ് എന്ത് ചെയ്യുന്നത് ഈ സ്കീം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ഏതാണ് ഈ PM കിസാൻ സമ്മാൻ നിധിയുടെ നോഡൽ മിനിസ്ട്രി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിച്ച് മീൻസ് ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലാണ് ഈ ഒരു സ്കീം വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ. സോ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയറിന്റെ അണ്ടറിലാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു സ്കീം വരുന്നത്. ഇനി ഈ ഒരു സ്കീം ഏത് ടൈപ്പ് സ്കീമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൻട്രൽ സെക്ടർ സ്കീമാണ്. PM കിസാൻ സ്കീം എന്ന് പറയുന്നത് സെൻട്രൽ സെക്ടർ സ്കീമാണ്. സെൻട്രൽ സെക്ടർ സ്കീമിന്റെ മീനിങ് എന്താണ്? ഇവിടെ 100% ഫണ്ടിങ്ങും ആരാണ് വഹിക്കുന്നത്? സെൻട്രൽ ഗവൺമെന്റ് ആണ് വഹിക്കുന്നത്. സോ 100% ഫണ്ടിങ്ങും ഇവിടെ സെൻട്രൽ ഗവൺമെന്റ് ആണ് എന്ത് ചെയ്യുന്നത് വഹിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സ്കീം ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഏജൻസിയും, സോ ഇംപ്ലിമെന്റേഷൻ നടത്തുന്നത് ആര് തന്നെയാണ്? സെൻട്രൽ ഗവൺമെന്റ് തന്നെയാണ്. സെൻട്രൽ ഗവൺമെന്റ് ഏജൻസീസ് വഴി സെൻട്രൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ഇംപ്ലിമെന്റേഷൻ നടത്തുന്നത്. ഇതാണെന്ത് സെൻട്രൽ സെക്ടർ സ്കീം എന്ന് പറയുന്നത്. സോ 100% ഫണ്ടിങ്ങും സെൻട്രൽ ഗവൺമെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു സ്കീം ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ആര് തന്നെയാണ്? സെൻട്രൽ ഗവൺമെന്റ് തന്നെയാണ് ത്രൂ ഇറ്റ്സ് മിനിസ്ട്രീസ്, ഏജൻസീസ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ്സ്. ഇനി എന്താണ് ഈ PM കിസാൻ സ്കീമിന്റെ ഒബ്ജക്റ്റീവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാൻഡ് ഹോൾഡിംഗ് ആയിട്ടുള്ള ഫാമർ ഫാമിലീസിന് എന്ത് ചെയ്യുക? ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക. സോ കൃഷിസ്ഥലം കൈവശം വെച്ചിരിക്കുന്ന ഫാമർ ഫാമിലീസിന് എന്ത് ചെയ്യുക? ഇൻകം അസിസ്റ്റൻസ് കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു സ്കീമിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സോ എന്താണ് ഈ ഇൻകം അസിസ്റ്റൻസ് കൊണ്ട് മീൻ ചെയ്യുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ലാൻഡ് ഹോൾഡിംഗ്, സോ കൾട്ടിവബിൾ ലാൻഡ് അതായത് കൃഷിഭൂമി കൈവശം വെച്ചിരിക്കുന്ന ഫാമർ ഫാമിലീസിന് ഓരോ വർഷവും 6,000 rupees എന്ത് ചെയ്യും? പ്രൊവൈഡ് ചെയ്യും. സോ PM കിസാൻ സ്കീമിന്റെ അണ്ടറിൽ ലാൻഡ് ഹോൾഡിംഗ്, സോ കൾട്ടിവബിൾ ലാൻഡ് ഹോൾഡ് ചെയ്യുന്ന കൃഷിഭൂമി കൈവശം വെച്ചിരിക്കുന്ന ഫാമർ ഫാമിലീസിന് ഓരോ വർഷവും 6,000 rupees 6,000 രൂപ 3 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ട്, അതായത് 2,000 rupees വീതം 3 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ട് ഒരു വർഷം 6,000 രൂപ എന്ത് ചെയ്യും? ഫാമർ ഫാമിലീസിന് പ്രൊവൈഡ് ചെയ്യും. എങ്ങനെ? ത്രൂ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ, അതായത് ബാങ്ക് അക്കൗണ്ട് വഴി നേരിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് ഈ 6,000 rupees ഗവൺമെന്റ് ഫാമർ ഫാമിലിക്ക് എന്ത് ചെയ്യുന്നത് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇതാണ് PM കിസാൻ സ്കീമിന്റെ ഫസ്റ്റ് കീ ഫീച്ചർ എന്ന് പറയുന്നത്. സോ PM കിസാൻ സ്കീം വഴി ഫാമർ ഫാമിലീസിന് കൃഷിഭൂമി കൈവശം വെച്ചിരിക്കുന്ന ഫാമർ ഫാമിലീസിന് വർഷം തോറും 6,000 rupees ഓരോ വർഷവും 6,000 രൂപ 2,000 രൂപയുടെ 3 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ട് എന്ത് ചെയ്യും? പ്രൊവൈഡ് ചെയ്യും ത്രൂ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ, അതായത് നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യും? എത്തിച്ചു കൊടുക്കും. ഇതാണെന്ത് PM കിസാൻ സ്കീം എന്ന് പറയുന്നത്. ഇനി ഈ ഒരു PM കിസാൻ സ്കീമിന് ആരൊക്കെ എലിജിബിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാൻഡ് ഹോൾഡിംഗ് ഫാമർ ഫാമിലീസ് ഇതിന് എലിജിബിൾ ആണ്. സോ ചില എക്സ്ക്ലൂഷൻസ് ഒഴികെ, അതായത് ചിലരെ എക്സ്ക്ലൂഡ് ചെയ്തുകൊണ്ട്
കൃഷിഭൂമി കൈവശം വെച്ചിരിക്കുന്ന എല്ലാ ഫാമർ ഫാമിലീസും ഈ ഒരു PM കിസാൻ സ്കീമിന് എന്താണ് എലിജിബിൾ ആണ്. ഇനി ഇവിടെ ഫാമർ ഫാമിലി, ഈ ഒരു ഫാമർ ഫാമിലിയിൽ ഫാമിലി കൊണ്ട് എന്താ മീൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹസ്ബൻഡ്, വൈഫ്, അതുപോലെ തന്നെ മൈനർ ചിൽഡ്രൻ ഇവരടങ്ങുന്നതായിരിക്കും എന്ത് ഈ ഒരു സ്കീമിന്റെ അണ്ടറിൽ ഫാമിലിയുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. സോ ഹസ്ബൻഡ് ഉണ്ട്, വൈഫ് ഉണ്ട്, ആൻഡ് അതുപോലെ തന്നെ എനി മൈനർ ചിൽഡ്രൻ. സോ ഇവരടങ്ങുന്നതായിരിക്കും എന്ത് ഈ ഒരു PM കിസാൻ സ്കീമിന്റെ അണ്ടറിലുള്ള ഫാമിലിയുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. സോ കൾട്ടിവബിൾ ലാൻഡ്, കൃഷിഭൂമി കൈവശം വെച്ചിരിക്കുന്ന എല്ലാ ഫാമർ ഫാമിലീസിനും, ചില എക്സ്ക്ലൂഷൻസ് ഒഴികെയുള്ള എല്ലാ ഫാമർ ഫാമിലീസിനും ഈ ഒരു സ്കീമിന്റെ അണ്ടറിൽ എന്തുണ്ട് എലിജിബിലിറ്റി ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഇനി എലിജിബിൾ ആയിട്ടുള്ള ഈ ഫാമർ ഫാമിലീസിനെ ആരാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്? സോ അതാത് സ്റ്റേറ്റ് ഗവൺമെന്റ്സും യൂണിയൻ ടെറിട്ടറി അഡ്മിനിസ്ട്രേഷനും ആയിരിക്കും എന്ത് ചെയ്യുന്നത് ഈ എലിജിബിൾ ആയിട്ടുള്ള ഫാമർ ഫാമിലീസിനെ ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കുന്നത്. ആൻഡ് ഈ ഒരു സ്കീം ആരാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്? സോ ഇതൊരു സെൻട്രൽ സെക്ടർ സ്കീം ആണെന്നറിയാം. സോ 100% ഫണ്ടിങ്ങും സെൻട്രൽ ഗവൺമെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് കൂടാതെ തന്നെ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ആരാണ്? സെൻട്രൽ ഗവൺമെന്റ് ആണ്. സോ സെൻട്രൽ ഗവൺമെന്റിന്റെ മിനിസ്ട്രീസ് വഴിയോ ഡിപ്പാർട്ട്മെന്റ്സ് വഴിയോ ഏജൻസീസ് വഴിയോ ആയിരിക്കും എന്ത് ചെയ്യുന്നത് ഈ ഒരു സ്കീം ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. സോ ഈ ഒരു സെൻട്രൽ സെക്ടർ സ്കീം ആരാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിനിസ്ട്രി ഓഫ് ഫാമേഴ്സ് ആൻഡ് മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയറിന്റെ അണ്ടറിൽ വരുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ, ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു സ്കീം ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. സോ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയറിന്റെ അണ്ടറിൽ വരുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ ആണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു PM കിസാൻ സ്കീം ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഇതെന്താണ് ഒരു സെൻട്രൽ ഗവൺമെന്റ് ഏജൻസിയാണ്. വിച്ച് മീൻസ് സെൻട്രൽ സെക്ടർ സ്കീമിന്റെ ഇംപ്ലിമെന്റേഷൻ നടത്തുന്ന ആരാണ്? ഒരു സെൻട്രൽ ഗവൺമെന്റ് ഏജൻസി ആയിരിക്കും. ഇനി നേരത്തെ ഞാൻ പറഞ്ഞു എല്ലാ ഫാമർ ഫാമിലീസിനും, അതായത് കൃഷിഭൂമി കൈവശം വെച്ചിരിക്കുന്ന ഒരുവിധം എല്ലാ ഫാമർ ഫാമിലീസും ഈ ഒരു സ്കീമിന്റെ അണ്ടറിൽ എന്താണ് എലിജിബിൾ ആണ്, ചില എക്സ്ക്ലൂഷൻസ് ഒഴികെ. ഇനി ഈ PM കിസാൻ സ്കീമിൽ നിന്ന് ആരെയൊക്കെയാണ് എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുന്നത്, ഒഴിവാക്കിയിരിക്കുന്നത് എന്നുള്ളതും നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് 4 ഓപ്ഷൻസ് തന്നിട്ട് ഇതിൽ ആരാണ് PM കിസാൻ സ്കീമിന് എലിജിബിൾ അല്ലാത്തതെന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം ക്വസ്റ്റ്യൻ ചോദിക്കാം. സോ ആരൊക്കെയാണ് PM കിസാൻ സ്കീമിൽ എലിജിബിൾ അല്ലാത്തത്, അല്ലെങ്കിൽ ഈ ഒരു സ്കീമിൽ നിന്ന് ആരെയൊക്കെയാണ് എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ആണ് എന്ത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ലാൻഡ് ഹോൾഡേഴ്സ്. സോ ഫസ്റ്റ് വൺ ആണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ലാൻഡ് ഹോൾഡേഴ്സ്, വിച്ച് മീൻസ് ചില കോർപ്പറേഷൻസ് അല്ലെങ്കിൽ ട്രസ്റ്റുകൾ ഓർ ഗവൺമെന്റ് ഏജൻസീസ്, ഗവൺമെന്റ് ബോഡീസ് ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് കൃഷിഭൂമി മാനേജ് ചെയ്യുന്നുണ്ട് ആൻഡ് കൈവശം വെക്കുന്നതുമുണ്ട്. ആൻഡ് അവരൊന്നും എന്തിന് എലിജിബിൾ അല്ല? ഈ ഒരു PM കിസാൻ സ്കീമിന്റെ അണ്ടറിൽ എലിജിബിൾ ആയിരിക്കുന്നതല്ല. സോ ഇൻസ്റ്റിറ്റ്യൂഷണൽ ലാൻഡ് ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ കോർപ്പറേഷൻസ്, ട്രസ്റ്റുകൾ, ഗവൺമെന്റ് ബോഡീസ് ഇവരൊക്കെ കൃഷിഭൂമി കൈവശം വെക്കാറുണ്ട്, മാനേജ് ചെയ്യാറുണ്ട്. സോ എന്നാൽ ഇവരൊന്നും ഏത് സ്കീമിന്റെ അണ്ടറിൽ എലിജിബിൾ അല്ല? ഈ ഒരു PM കിസാൻ സ്കീമിന്റെ അണ്ടറിൽ എലിജിബിൾ ആയിരിക്കില്ല. രണ്ടാമത്താണെന്ത് ഹൈ എക്കണോമിക് സ്റ്റാറ്റസ് ഫാമർ ഫാമിലീസ്, അതായത് ഫാമർ ഫാമിലീസിൽ തന്നെ വലിയ പോസ്റ്റുകൾ ഹോൾഡ് ചെയ്യുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റുകളോ അതിനു മുകളിലുള്ള പോസ്റ്റുകളോ ഹോൾഡ് ചെയ്യുന്നവരെന്തല്ല ഈ ഒരു സ്കീമിന് എലിജിബിൾ അല്ല. അതായത് സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ കീഴിലുള്ള മിനിസ്റ്റേഴ്സ്, സോ സെൻട്രൽ ഗവൺമെന്റ് മിനിസ്റ്റേഴ്സ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് മിനിസ്റ്റേഴ്സ്, ദെൻ ലോക്സഭ MPs, അതുപോലെ തന്നെ രാജ്യസഭ MPs, ലോക്സഭ MPs, രാജ്യസഭ MPs, MLA മാര്, അതുപോലെ തന്നെ MLC മാര്, സോ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ, MLC മാര്, അങ്ങനെയുള്ളവർ ആരും തന്നെ എന്തല്ല. സോ അങ്ങനെയുള്ളവർക്ക് കൃഷിഭൂമി ഉണ്ടെങ്കിൽ പോലും അവരാരും എന്തല്ല ഈ ഒരു PM കിസാൻ സ്കീമിന്റെ അണ്ടറിൽ എലിജിബിൾ അല്ല. സോ ഹൈ എക്കണോമിക് സ്റ്റാറ്റസ് ഫാമർ ഫാമിലീസ്, സോ കൃഷിഭൂമി കൈവശം ഉണ്ടെങ്കിലും അവർ ടോപ്പ് പൊസിഷൻസ് ഹോൾഡ് ചെയ്യുന്നവരാണെങ്കിൽ, അതായത് സെൻട്രൽ ഗവൺമെന്റ് മിനിസ്റ്റേഴ്സോ സ്റ്റേറ്റ് ഗവൺമെന്റ് മിനിസ്റ്റേഴ്സോ ഇപ്പൊ ആയിരിക്കണമെന്നില്ല, നേരത്തെ എപ്പോഴെങ്കിലും ആയിരുന്നാലും മതി. അതായത് ഇപ്പൊ സെർവ് ചെയ്യുന്നവര് അല്ലെങ്കിൽ നേരത്തെ സെർവ് ചെയ്തിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റ് മിനിസ്റ്റേഴ്സോ സ്റ്റേറ്റ് ഗവൺമെന്റ് മിനിസ്റ്റേഴ്സോ ലോക്സഭ MPs രാജ്യസഭ MPs MLAs അതോ MLCs ഇവരാരും തന്നെ എന്തിന് എലിജിബിൾ അല്ല? ഈ ഒരു PM കിസാൻ സ്കീമിന്റെ അണ്ടറിൽ എലിജിബിൾ ആയിരിക്കുന്നതല്ല. അടുത്ത കാറ്റഗറി ആണെന്ത് ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ്. സോ സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ഗവൺമെന്റ് എംപ്ലോയീസും റിട്ടയർ ചെയ്തവരും അതുപോലെ തന്നെ ഇപ്പോൾ സെർവ് ചെയ്യുന്നവരും
ഇവരാരും എന്തല്ല ഈ ഒരു PM കിസാൻ സ്കീമിന് എലിജിബിൾ അല്ല. സോ സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ കീഴിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നേരത്തെ വർക്ക് ചെയ്തിട്ടുള്ള ഗവൺമെന്റ് എംപ്ലോയീസ് അല്ലെങ്കിൽ പെൻഷനേഴ്സ് ഈ ഒരു സ്കീമിന് എന്തല്ല എലിജിബിൾ അല്ല. ഇനി എന്നാൽ ഈ ഒരു ഗവൺമെന്റ് എംപ്ലോയീസിന്റെ കാറ്റഗറിയിൽ ആരൊക്കെ വരില്ല? മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫുകൾ വരില്ല, ക്ലാസ് 4 ജീവനക്കാർ വരില്ല, ആൻഡ് ഗ്രൂപ്പ് ഡി എംപ്ലോയീസ് വരില്ല. സോ ഗവൺമെന്റ് എംപ്ലോയീസിനെ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ഈ ഗവൺമെന്റ് എംപ്ലോയീസിന്റെ ഈ ഒരു ഡെഫിനിഷന്റെ അകത്ത് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫുകൾ വരില്ല, ക്ലാസ് 4 ജീവനക്കാർ വരില്ല, ഗ്രൂപ്പ് ഡി എംപ്ലോയീസ് വരില്ല. സോ ഇവർക്കൊക്കെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിനോ ക്ലാസ് 4 ജീവനക്കാർക്കോ ഗ്രൂപ്പ് ഡി എംപ്ലോയീസിനോ കൃഷിഭൂമി ഉണ്ടെങ്കിൽ അവർക്ക് ഈ സ്കീമിന്റെ ബെനിഫിറ്റ് കിട്ടും. ബാക്കിയുള്ള ഗവൺമെന്റ് എംപ്ലോയീസിന് എന്ത് കിട്ടില്ല? ഈ ഒരു സ്കീമിന്റെ ബെനിഫിറ്റ് കിട്ടില്ല. അതുപോലെ തന്നെ ഗവൺമെന്റിൽ നിന്ന് പെർ മന്ത് 10,000 റുപ്പീസിൽ കൂടുതൽ 10,000 രൂപയിൽ കൂടുതൽ മാസം പെൻഷൻ വാങ്ങുന്നവരും ഈ ഒരു സ്കീമിന് എലിജിബിൾ അല്ല. പക്ഷേ ഇതിനകത്തും എന്തുണ്ട്? MTSകാർക്കും ക്ലാസ് 4കാർക്കും ഗ്രൂപ്പ് ഡിക്കാർക്കും എന്തുണ്ട്? എക്സെപ്ഷൻസ് ഉണ്ട്. സോ ഗവൺമെന്റ് എംപ്ലോയീസിനും അതുപോലെ തന്നെ പെൻഷനേഴ്സിനും ഈ ഒരു സ്കീമിന് എന്തില്ല? എലിജിബിലിറ്റി ഇല്ല. ആൻഡ് ഈ ഗവൺമെന്റ് എംപ്ലോയീസിലും പെൻഷനേഴ്സിലും ചിലർക്ക് എന്തുണ്ട്? ഈ ഒരു സ്കീമിന് എലിജിബിലിറ്റി ഉണ്ട്. അത് ആരൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൾട്ടി സ്റ്റാഫുകൾ, ക്ലാസ് 4 ജീവനക്കാര്, ഗ്രൂപ്പ് ഡി എംപ്ലോയീസ്, ഇവർക്ക് PM കിസാൻ സ്കീമിന്റെ അണ്ടറിൽ എലിജിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ 10,000 റുപ്പീസിൽ കൂടുതൽ പെൻഷൻ വാങ്ങുന്നവർക്ക് എലിജിബിലിറ്റി ഇല്ല. ബട്ട് അതിൽ തന്നെ എന്തുണ്ട്? എക്സെപ്ഷൻസ് ഉണ്ട്. MTSകാര്, ക്ലാസ് 4കാര്, ഗ്രൂപ്പ് ഡിക്കാര്, അതായത് റിട്ടയർ ചെയ്തിട്ടുള്ള MTSകാര്, ക്ലാസ് 4കാര്, ഗ്രൂപ്പ് ഡി എംപ്ലോയീസ്, ഇവർക്കൊക്കെ എന്തുണ്ട്? PM കിസാൻ സ്കീമിന്റെ അണ്ടറിൽ എലിജിബിലിറ്റി ഉണ്ട്. സോ ഗവൺമെന്റ് എംപ്ലോയീസിനും പെൻഷനേഴ്സിനും എലിജിബിലിറ്റി ഇല്ല. ബട്ട് അതിൽ തന്നെ എന്തുണ്ട്? എക്സെപ്ഷൻസ് ഉണ്ട്. MTS, ക്ലാസ് 4, ഗ്രൂപ്പ് ഡി, ഇവർക്ക് എന്തുണ്ട്? എക്സെപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് ഫൈനാൻഷ്യൽ ഇയറിൽ അല്ലെങ്കിൽ ലാസ്റ്റ് അസസ്മെന്റ് ഇയറിൽ ഇൻകം ടാക്സ് പേ ചെയ്ത ഇൻഡിവിജ്വൽസിനും എന്തില്ല? ഈ ഒരു സ്കീമിന്റെ എലിജിബിലിറ്റി ഇല്ല. സോ കഴിഞ്ഞ അസസ്മെന്റ് ഇയറിൽ ഇൻകം ടാക്സ് പേ ചെയ്ത ഇൻഡിവിജ്വൽസിന് എന്തില്ല? ഈ ഒരു സ്കീമിന്റെ അണ്ടറിൽ എലിജിബിലിറ്റി ഉണ്ടായിരിക്കുന്നതല്ല. അതുപോലെ തന്നെ പ്രൊഫഷണൽസ് ആയിട്ടുള്ള ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, ലോയേഴ്സ്, ചാർട്ടേർഡ് അക്കൗണ്ടൻസ്, ആർക്കിടെക്ട്സ് എക്സെട്ര ഇവർ ഏതെങ്കിലും പ്രൊഫഷണൽ ബോഡീസുമായിട്ട് രജിസ്റ്റേർഡ് ആണെന്നുണ്ടെങ്കിൽ അവർക്കും എന്തില്ല? ഈ ഒരു PM കിസാൻ സ്കീമിന്റെ എലിജിബിലിറ്റി ഉണ്ടായിരിക്കുന്നതല്ല. സോ പ്രൊഫഷണൽസ് ആയിട്ടുള്ള ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, ലോയേഴ്സ്, ചാർട്ടേർഡ് അക്കൗണ്ടൻസ്, ആർക്കിടെക്ട്സ് എക്സെട്ര ഇവർ ഏതെങ്കിലും പ്രൊഫഷണൽ ഓർഗനൈസേഷനകത്ത് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, പ്രൊഫഷണൽ ബോഡീസുമായിട്ട് രജിസ്റ്റേർഡ് ആണെന്നുണ്ടെങ്കിൽ അവർക്കും എന്തില്ല? PM കിസാൻ സ്കീമിന്റെ എലിജിബിലിറ്റി ഉണ്ടായിരിക്കുന്നതല്ല. സോ ഇതൊക്കെയാണ് PM കിസാൻ സ്കീമിനെ കുറിച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ. സോ നെക്സ്റ്റ് സ്കീം, അടുത്ത സ്കീമാണ് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന. അടുത്ത സ്കീമാണ് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന. സോ ഈ ഒരു സ്കീം ലോഞ്ച് ചെയ്യുന്നത് 2020ലാണ്. സോ 2020ലാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു സ്കീം ലോഞ്ച് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു സ്കീം ഏത് മിനിസ്ട്രിയുടെ അണ്ടറിൽ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫയേഴ്സ്, ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ. സോ മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫയേഴ്സ്, ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ അണ്ടറിൽ വരുന്ന സ്കീമാണെന്ത്? പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന. ഇനി ഇത് ഏത് ടൈപ്പ് ഓഫ് സ്കീമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു സെൻട്രൽ സെക്ടർ സ്കീമാണ്. സോ സെൻട്രൽ സെക്ടർ സ്കീമിന്റെ മീനിങ് എന്താണ്? 100% ഫണ്ടിങ്ങും സെൻട്രൽ ഗവൺമെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ആരാണ്? സെൻട്രൽ ഗവൺമെന്റ് ആണ്. സോ സെൻട്രൽ ഗവൺമെന്റ് മിനിസ്ട്രീസ് വഴിയോ ഏജൻസീസ് വഴിയോ ഡിപ്പാർട്ട്മെന്റ്സ് വഴിയോ സെൻട്രൽ ഗവൺമെന്റ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു സ്കീം ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യുന്നത്. ഇനി ഒരു സ്കീമിന്റെ മെയിൻ എയിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ COVID-19 പാൻഡമിക് ഉണ്ടല്ലോ, കൊറോണ ടൈം. സോ ആ COVID-19 പാൻഡമിക് മൂലം അഫക്ട് ചെയ്യപ്പെട്ട ആൾക്കാർക്ക് എന്ത് ചെയ്യുക? അഫക്ട് ചെയ്യപ്പെട്ട എക്കണോമിക്കലി വീക്കർ ആയിട്ടുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യുക? ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ ഒരു സ്കീമിന്റെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ആ ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുത്തതെന്ന് പറഞ്ഞാൽ COVID-19 പാൻഡമിക് മൂലം അഫക്ട് ചെയ്യപ്പെട്ട എക്കണോമിക്കലി വീക്കർ ആയിട്ടുള്ള സെക്ഷൻസിന് എന്ത് ചെയ്യും? ഓരോ മാസവും 5 കിലോ ഫ്രീ ഫുഡ് ഗ്രെയിൻസ് പ്രൊവൈഡ് ചെയ്യും. 5 kg ഫ്രീ ഫുഡ് ഗ്രെയിൻസ് എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇതെന്ന് പറയുന്നത് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വഴി നേരത്തെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്ന സബ്സിഡൈസ് റേഷൻ കൂടാതെയാണ് എന്ത് ചെയ്യുന്നത്? ഈ അഡീഷണൽ ആയിട്ടുള്ള 5 കിലോ ഫ്രീ ഫുഡ് ഗ്രെയിൻസും കൂടി പ്രൊവൈഡ് ചെയ്യുന്നത്.
സോ നേരത്തെ തന്നെ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് 2013, സോ നേരത്തെ തന്നെ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് 2013 പ്രകാരം എന്തായിരുന്നു ഒരു കാറ്റഗറി, ഒരു സെക്ഷൻ ഓഫ് ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വഴി സബ്സിഡൈസ്ഡ് റേറ്റിൽ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, റേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കൂടാതെ അല്ലെങ്കിൽ അതിന്റെ മുകളിൽ അഡീഷണൽ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ 5 കിലോ ഫ്രീ ഫുഡ് ഗ്രെയിൻസ് കൂടി പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഓൾറെഡി പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വഴി സബ്സിഡൈസ്ഡ് റേറ്റിൽ ഫുഡ് ഗ്രെയിൻസ് കിട്ടിക്കൊണ്ടിരുന്ന ആൾക്കാർക്ക് അഡീഷണൽ ആയിട്ട് എന്ത് കിട്ടും, 5 കിലോ ഫ്രീ ഫുഡ് ഗ്രെയിൻസ് കൂടി കിട്ടും. ഏത് സ്കീം വഴി? പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന വഴി. ഇനി ആരൊക്കെയാണ് ഈ ഒരു സ്കീമിന് എലിജിബിൾ ആയിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്ത്യോദയ അന്ന യോജനയുടെ സ്കീമിനും അതുപോലെ തന്നെ പ്രയോറിറ്റി ഹൗസ് ഹോൾഡ് കാറ്റഗറീസിലും എലിജിബിൾ ആയിട്ടുള്ള ഫാമിലീസ് എല്ലാം ഈ ഒരു പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജനയിലും എന്താണ്, എലിജിബിൾ ആണ്. അതായത് ഓൾറെഡി ഗവൺമെന്റ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വഴി സബ്സിഡൈസ്ഡ് റേറ്റിൽ ഫുഡ് ഗ്രെയിൻസ് കൊടുത്തുകൊണ്ടിരുന്ന അന്ത്യോദയ അന്ന യോജനയിൽ ഉൾപ്പെട്ട ഫാമിലീസിനും അതുപോലെ തന്നെ പ്രയോറിറ്റി ഹൗസ് ഹോൾഡ് കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും എന്തുണ്ട്, ഈ ഒരു സ്കീമിനകത്ത് എലിജിബിലിറ്റി ഉണ്ട്. ഇനി അന്ത്യോദയ അന്ന യോജന എന്ന് പറയുമ്പോൾ എന്താണ്, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, റേഷൻ കടകൾ വഴി ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, സബ്സിഡൈസ്ഡ് റേറ്റ്സിൽ, കുറഞ്ഞ റേറ്റിൽ ഫുഡ് ഗ്രെയിൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അന്ത്യോദയ അന്ന യോജനയിൽ പെട്ടവർക്ക്, അന്ത്യോദയ അന്ന യോജനയിൽ പെട്ട ഒരു ഫാമിലിക്ക് 35 kg, സോ 35 കിലോ പെർ മന്ത്, സോ 35 kg ഫുഡ് ഗ്രെയിൻസ് പെർ മന്ത് സബ്സിഡൈസ്ഡ് റേറ്റിൽ കിട്ടുന്നുണ്ടായിരുന്നു. അന്ത്യോദയ അന്ന യോജന ആ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെട്ട ആൾക്കാർക്ക് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, പെർ മന്ത്, ഓരോ മാസം ഒരു ഫാമിലിക്ക് ഒരു മാസം 35 കിലോ ഫുഡ് ഗ്രെയിൻസ് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, സബ്സിഡൈസ്ഡ് റേറ്റിൽ, കുറഞ്ഞ വിലയ്ക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു ത്രൂ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, റേഷൻ കടകൾ വഴി. അതുപോലെ തന്നെ പ്രയോറിറ്റി ഹൗസ് ഹോൾഡ് കാറ്റഗറിയിലുള്ളവർക്ക് ഒരു പേഴ്സണ് 5 കിലോ ഫുഡ് ഗ്രെയിൻസ് എന്നുള്ള രീതിയിൽ, സോ 5 kg പെർ പേഴ്സൺ പെർ മന്ത്, സോ ഒരു മാസം ഒരു പേഴ്സണ് 5 കിലോ ഫുഡ് ഗ്രെയിൻസ് എന്നുള്ള രീതിയിൽ ഈ PHH കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർക്കും സബ്സിഡൈസ്ഡ് റേറ്റിൽ ഫുഡ് ഗ്രെയിൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഈ രണ്ട് സ്കീംസിലും ബിലോങ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തുണ്ട്, ഈ ഒരു പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജനയിൽ എലിജിബിലിറ്റി ഉണ്ട്. അതായത് അവർക്ക് ഈ സ്കീംസ് വഴി സബ്സിഡൈസ്ഡ് റേറ്റിൽ കിട്ടുന്ന ഈ ഫുഡ് ഗ്രെയിൻസ് കൂടാതെ അഡീഷണൽ ആയിട്ട് എന്ത് കിട്ടും, 5 കിലോ ഫ്രീ ഫുഡ് ഗ്രെയിൻസ് കൂടി കിട്ടും. സോ സബ്സിഡൈസ്ഡ് റേറ്റിൽ കിട്ടുന്നത് കിട്ടിക്കൊണ്ടിരിക്കും, ബട്ട് അത് കൂടാതെ അഡീഷണൽ ആയിട്ട് എന്ത് കിട്ടും, 5 കിലോ ഫ്രീ ഫുഡ് ഗ്രെയിൻസ് കൂടി കിട്ടുന്നതായിരിക്കും. ഇതാണെന്ത്, പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന എന്ന് പറയുന്നത്. സോ ഇവർക്ക് എന്തുണ്ട്, ഇതിനകത്ത് എലിജിബിലിറ്റി ഉണ്ട്. സോ അന്ത്യോദയ അന്ന യോജനയ്ക്കകത്ത് എലിജിബിൾ ആയിട്ടുള്ള ഫാമിലീസിനും PHS കാറ്റഗറിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഫാമിലീസിനും എന്തുണ്ട്, ബൈ ഡീഫോൾട്ട് ഈ ഒരു സ്കീമിന്, പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജനയിൽ എന്തുണ്ട്, എലിജിബിലിറ്റി ഉണ്ട്. അത് കൂടാതെ ഏതെങ്കിലും ഒരു ഫാമിലിയുടെ ഗൃഹനാഥ എന്ന് പറയുന്നത് ഒരു വിധവയാണെങ്കിലോ അല്ലെങ്കിൽ ഗൃഹനാഥനോ ഗൃഹനാഥയോ ടെർമിനലി ഇല്ലായിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിലോ, അതായത് ക്യൂർ ചെയ്യാൻ പറ്റാത്ത ഡിസീസോ അല്ലെങ്കിൽ മരണം സംഭവിക്കും എന്ന് ഉറപ്പുള്ള ഡിസീസ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഡിസേബിൾഡ് പേഴ്സൺസ് ഗൃഹനാഥനോ ഗൃഹനാഥയോ ആയിട്ടുള്ള ഫാമിലീസിനോ, അല്ല 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരാളാണ് ഗൃഹനാഥൻ അല്ലെങ്കിൽ ഗൃഹനാഥ എന്നുണ്ടെങ്കിൽ അവർക്കും എന്തിനുള്ള എലിജിബിലിറ്റി ഉണ്ട്, ഈ ഒരു പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജനയ്ക്കുള്ള എലിജിബിലിറ്റി ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതുകൂടാതെ എല്ലാ പ്രിമിറ്റീവ് ട്രൈബൽ ഹൗസ് ഹോൾഡ്സിനും, സോ പ്രിമിറ്റീവ് ആയിട്ടുള്ള ആദിവാസി ഹൗസ് ഹോൾഡ്സിന്, ആദിവാസി കുടുംബങ്ങൾക്ക്, അതുപോലെ തന്നെ ഭൂമിയില്ലാത്ത അഗ്രികൾച്ചറൽ ലേബറേഴ്സിന്, ഭൂമിയില്ലാത്ത കൃഷിപ്പണി ചെയ്യുന്നവർക്ക്, അതുപോലെ തന്നെ മാർജിനൽ ഫാമേഴ്സിനും റൂറൽ ആർട്ടിസൻസിനും എന്തുണ്ട്, ഈ ഒരു പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജനയ്ക്ക് എലിജിബിലിറ്റി ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതുകൂടാതെ ബിലോ പോവർട്ടി ലൈൻ, സോ BPL ലൈനിന്റെ താഴെയുള്ള ഫാമിലീസ്, HIV പോസിറ്റീവ് ആയിട്ടുള്ള ആരെങ്കിലും ഉള്ള BPL ഫാമിലീസിനും എന്തുണ്ട്, ഈ ഒരു സ്കീമിന്റെ അണ്ടറിൽ എലിജിബിലിറ്റി ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഇതാണെന്ത്, പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന. So next one is Pradhan Mantri Mudra Yojana, PMMY. So അടുത്ത സ്കീമാണെന്ത്, പ്രധാനമന്ത്രി മുദ്ര യോജന, പ്രധാനമന്ത്രി മുദ്ര യോജന PMMY. ഇതാണ് നമ്മുടെ അടുത്ത സ്കീം എന്ന് പറയുന്നത്. ഇനി ഈ ഒരു സ്കീം എന്നാണ് ലോഞ്ച് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8 ഏപ്രിൽ 2015, 8 ഏപ്രിൽ 2015 ആണ് പ്രധാനമന്ത്രി മുദ്ര യോജന എന്ത് ചെയ്യുന്നത്, ലോഞ്ച് ചെയ്യുന്നത്.
ആൻഡ് ഈ ഒരു സ്കീം ലോഞ്ച് ചെയ്തിരിക്കുന്ന മിനിസ്ട്രി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിനിസ്ട്രി ഓഫ് ഫിനാൻസ്. മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ അണ്ടറിലാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു പ്രധാൻ മന്ത്രി മുദ്രാ യോജന വരുന്നത്. ഈ ഒരു സ്കീം വരുന്നത് മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, സെൻട്രൽ ഗവൺമെന്റിന്റെ മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ അണ്ടറിലാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു സ്കീം വരുന്നത്. ആൻഡ് ഇത് ഏത് ടൈപ്പ് ഓഫ് സ്കീമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു സെൻട്രൽ സെക്ടർ സ്കീമാണ്. സെൻട്രൽ സെക്ടർ സ്കീം എന്ന് പറയുമ്പോൾ എന്താണ് 100% ഫണ്ടിങ് പ്രൊവൈഡ് ചെയ്യുന്നതും സെൻട്രൽ ഗവൺമെന്റ് ആണ്. അതുപോലെ തന്നെ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതും ആര് തന്നെയാണ് സെൻട്രൽ ഗവൺമെന്റ് തന്നെയാണ്. സോ പ്രധാൻ മന്ത്രി മുദ്രാ യോജന എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് ഒരു സെൻട്രൽ സെക്ടർ സ്കീമാണ്. 100% ഫണ്ടിങ്ങും സെൻട്രൽ ഗവൺമെന്റ് ആണ് ആൻഡ് ഇംപ്ലിമെന്റേഷനും സെൻട്രൽ ഗവൺമെന്റ് തന്നെയായിരിക്കും ചെയ്യുന്നത്. ഇനി എന്താണ് ഈ പ്രധാൻ മന്ത്രി മുദ്രാ യോജനയുടെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ എയിം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്മോൾ ആൻഡ് മൈക്രോ എന്റർപ്രണേഴ്സിനും, അതായത് ചെറുകിട കച്ചവടക്കാർക്കും സൂക്ഷ്മ കച്ചവടക്കാർക്കും, സ്മോൾ ആൻഡ് മൈക്രോ എന്റർപ്രണേഴ്സിനും കൊളാറ്ററൽ ഇല്ലാതെ, അതായത് പ്രത്യേകിച്ച് ഈടൊന്നും കൊടുക്കാതെ തന്നെ ക്രെഡിറ്റ് ലോൺ കൊടുക്കുക എന്നുള്ളതാണ് പ്രധാൻ മന്ത്രി മുദ്രാ യോജനയുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതായത് സ്മോൾ ആൻഡ് മൈക്രോ എന്റർപ്രണേഴ്സിനും ചെറുകിട സൂക്ഷ്മ കച്ചവടക്കാർക്ക് പ്രത്യേകിച്ച് കൊളാറ്ററൽ, അതായത് ഈടൊന്നും കൊടുക്കാതെ ലോൺസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പ്രധാൻ മന്ത്രി മുദ്രാ യോജനയുടെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി ആരൊക്കെയാണ് ഈ ഒരു മുദ്രാ യോജനയ്ക്ക് എലിജിബിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റർപ്രണേഴ്സ്, ബിസിനസ് ചെയ്യുന്നവർക്ക് എലിജിബിലിറ്റി ഉണ്ട്. ഏത് ടൈപ്പ് ബിസിനസ്? നോൺ കോർപ്പറേറ്റ്, അതായത് കോർപ്പറേറ്റുകൾക്ക് എന്തില്ല ഈ മുദ്രാ സ്കീമിന്റെ അണ്ടറിൽ എലിജിബിലിറ്റി ഇല്ല. കോർപ്പറേറ്റ് അല്ലാത്ത ബിസിനസ്മാൻമാർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു മുദ്രാ യോജന വഴി ലോൺസ് അവൈൽ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കൃഷി അല്ലാത്ത മറ്റ് ബിസിനസ് നടത്തുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റും മുദ്രാ യോജന വഴി ലോൺ കിട്ടും. സോ കൃഷി നടത്തുന്ന അല്ലെങ്കിൽ കൃഷി സംബന്ധമായിട്ടുള്ള ബിസിനസ്സിനും കിട്ടില്ല. അതുപോലെ തന്നെ എന്താണ് കോർപ്പറേറ്റുകൾക്കും കിട്ടില്ല. സോ കോർപ്പറേറ്റുകൾക്കും കിട്ടില്ല, കൃഷി നടത്തുന്നവർക്കും കിട്ടില്ല. മറ്റ് ബിസിനസ്സുകൾക്കാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു മുദ്രാ യോജന വഴി എലിജിബിലിറ്റി ഉള്ളത്. സോ ബിസിനസ്സസിനാണ് ലോൺസ് കൊടുക്കുന്നത്. എന്നാൽ അത് നോൺ കോർപ്പറേറ്റ് ബിസിനസ് ആയിരിക്കണം ആൻഡ് നോൺ ഫാം ബിസിനസ്സസ് ആയിരിക്കണം. അതായത് അഗ്രികൾച്ചറുമായിട്ട് ബന്ധമില്ലാത്ത ബിസിനസ്സസ് ആയിരിക്കണം. ഇനി എന്താണ് മുദ്ര? സോ എന്താണ് മുദ്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഗവൺമെന്റിന്റെ ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. സോ ഗവൺമെന്റ് റൺ ചെയ്യുന്ന ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എന്ത് മുദ്ര എന്ന് പറയുന്നത്. സോ മുദ്ര എന്തിനാണ് റെപ്രസെന്റ് അല്ലെങ്കിൽ മുദ്രയുടെ എക്സ്പാൻഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെന്റ് ആൻഡ് റീഫൈനാൻസ് ഏജൻസി ലിമിറ്റഡ്. സോ മുദ്രയുടെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെന്റ് ആൻഡ് റീഫൈനാൻസ് ഏജൻസി ലിമിറ്റഡ് ആണ് മുദ്രയുടെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. സോ ബേസിക്കലി മുദ്ര എന്താണ് ഗവൺമെന്റ് റൺ ചെയ്യുന്ന ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു ഫൈനാൻഷ്യൽ സ്ഥാപനമാണെന്ത് ഈ ഒരു മുദ്ര എന്ന് പറയുന്നത്. ആൻഡ് മുദ്ര എന്ന് പറയുന്നതാണ് ഒരു റീഫൈനാൻസിങ് ഏജൻസിയാണ്. എന്താണ് റീഫൈനാൻസിങ് ഏജൻസി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻഡ് കസ്റ്റമർക്ക്, അതായത് ഫൈനൽ കസ്റ്റമർക്ക് ഈ റീഫൈനാൻസിങ് ഏജൻസി എന്തില്ല നേരിട്ട് ലോൺ കൊടുക്കില്ല. പകരം ഈ റീഫൈനാൻസിങ് ഏജൻസി എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോ സപ്പോസ് ഇവിടുത്തെ കേസ് എടുക്കുക. മുദ്ര എന്ന് പറയുന്നത് എന്താണ് ഒരു റീഫൈനാൻസിങ് ഏജൻസിയാണ്. സോ ഈ മുദ്ര എന്ത് ചെയ്യും ബാങ്കുകൾക്ക് ലോൺ കൊടുക്കും. സോ ബാങ്കുകളാണ് എന്ത് ചെയ്യുന്നത് പിന്നീട് കസ്റ്റമേഴ്സിന് ലോൺ കൊടുക്കുന്നത്. സോ മുദ്ര സ്കീം വഴി അല്ലെങ്കിൽ റീഫൈനാൻസിങ് ഏജൻസിയാണ് ഒരു സ്കീമിന് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവർ നേരിട്ട് കസ്റ്റമേഴ്സിന് കൊടുക്കില്ല. പകരം ഈ ഒരു റീഫൈനാൻസിങ് ഏജൻസി ആയിട്ടുള്ള മുദ്ര എന്ത് ചെയ്യും മറ്റ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്, അതായത് ബാങ്കുകൾ പോലെയുള്ള മറ്റ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് എന്ത് ചെയ്യും ലോൺസ് പ്രൊവൈഡ് ചെയ്യും. ആൻഡ് ഈ ബാങ്കുകളായിരിക്കും എന്ത് ചെയ്യുന്നത് കസ്റ്റമേഴ്സിന് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ റീഫൈനാൻസിങ് ഏജൻസി നേരിട്ട് കസ്റ്റമേഴ്സിന് ലോൺ കൊടുക്കില്ല, മറിച്ച് ഒരു റീഫൈനാൻസിങ് ഏജൻസി എന്ത് ചെയ്യും ആദ്യം മറ്റൊരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ലോൺ കൊടുക്കും ആൻഡ് ആ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും എന്ത് ചെയ്യുന്നത് കസ്റ്റമേഴ്സിന് ലോൺ കൊടുക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു റീഫൈനാൻസിങ് ഏജൻസി ആണെന്ത് ഈ ഒരു മുദ്ര എന്ന് പറയുന്നത്. സോ ഇത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇനി മുദ്ര സ്കീമിന്റെ അണ്ടറിൽ 4 കാറ്റഗറി ഓഫ് ലോൺസ് ആണ് എന്ത് ചെയ്യുന്നത് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ മുദ്ര സ്കീമിന്റെ അണ്ടറിൽ 4 കാറ്റഗറി ഓഫ് ലോൺസ് ആണ് എന്ത് ചെയ്യുന്നത് പ്രൊവൈഡ് ചെയ്യുന്നത്. ശിശു കാറ്റഗറി ലോൺസ് ഉണ്ട്, കിഷോർ കാറ്റഗറി ലോൺസ് ഉണ്ട്, തരുൺ കാറ്റഗറി ലോൺസ് ഉണ്ട് ആൻഡ് തരുൺ പ്ലസ് കാറ്റഗറി ലോൺസ് ഉണ്ട്. ഈ 4 ടൈപ്പ് ഓഫ് ലോൺസ് ആണ് മുദ്ര സ്കീമിന്റെ അണ്ടറിൽ എന്ത് ചെയ്യുന്നത് പ്രൊവൈഡ് ചെയ്യുന്നത്.
ഇനി ശിശു കാറ്റഗറി ഓഫ് ലോൺസ് എന്ന് പറയുമ്പോൾ 50,000 റുപ്പീസ് 50,000 രൂപ വരെയുള്ള ലോൺസ് ആണ് എന്ത് ചെയ്യുന്നത് ഈ ശിശു കാറ്റഗറിയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഇനിഷ്യൽ സ്റ്റേജിലുള്ള ബിസിനസ്സിനാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ശിശു കാറ്റഗറിയിൽ ലോൺ കൊടുക്കുന്നത്. സോ ഇനിഷ്യൽ സ്റ്റേജിലുള്ള ബിസിനസ്സിന്, സോ ബിസിനസ്സസ് വിച്ച് ആർ ഇൻ ഇനിഷ്യൽ സ്റ്റേജ്, സോ ഇനിഷ്യൽ സ്റ്റേജിലുള്ള ബിസിനസ്സിന് അവരുടെ ഓപ്പറേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ശിശു കാറ്റഗറിയുടെ അണ്ടറിൽ 50,000 രൂപ വരെ ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്തതാണ് എന്ത് കിഷോർ കാറ്റഗറി. സോ കിഷോർ കാറ്റഗറി എന്ന് പറയുമ്പോൾ ഇവിടെ 50,000 രൂപ മുതൽ 5 ലക്ഷം രൂപ വരെയാണ് എന്ത് ചെയ്യുന്നത് ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ 50,000 റുപ്പീസ് ടു 5 lakh റുപ്പീസ്, 50,000 രൂപ മുതൽ 5 ലക്ഷം രൂപ വരെയുള്ള ലോൺ ആയിരിക്കും കിഷോർ കാറ്റഗറിയിൽ എന്ത് ചെയ്യുന്നത് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇതെന്ന് പറയുന്നത് ഗ്രോത്ത് സ്റ്റേജിലുള്ള ബിസിനസ്സിനായിരിക്കും എന്ത് ചെയ്യുന്നത് ഈ ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് അത്യാവശ്യം വളർച്ച എത്തിയിട്ടുള്ള ഒരു ബിസിനസ്സിനായിരിക്കും കിഷോർ കാറ്റഗറിയിൽ എന്ത് ചെയ്യുന്നത് ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട് അവർക്ക് അവരുടെ ഓപ്പറേഷൻസ് എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കിഷോർ കാറ്റഗറി എന്ത് ചെയ്യാറുണ്ട് 5 ലക്ഷം രൂപ വരെ ലോൺസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അടുത്ത കാറ്റഗറി ഓഫ് ലോൺസ് ആണെന്ത് തരുൺ കാറ്റഗറി ഓഫ് ലോൺസ് എന്ന് പറയുന്നത്. സോ ഈ തരുൺ കാറ്റഗറി ഓഫ് ലോൺസ് എന്ന് പറയുന്നത് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ബിസിനസ്സിനാണ് എന്ത് ചെയ്യുന്നത് തരുൺ കാറ്റഗറിയിൽ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് വളരെ നല്ല രീതിയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ബിസിനസ്സിനാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു തരുൺ കാറ്റഗറിയിൽ ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് അവരുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി കൂട്ടാനും ഓപ്പറേഷൻസ് എക്സ്പാൻഡ് ചെയ്യാനും മാർക്കറ്റ് റീച്ച് കൂട്ടുന്നതിനും വേണ്ടിയിട്ടാണ് തരുൺ കാറ്റഗറിയിൽ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ബിസിനസ്സിന് എന്ത് ചെയ്യുന്നത് ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് തരുൺ കാറ്റഗറിയിൽ 5 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെയുള്ള ലോൺസ് ആണ് എന്ത് ചെയ്യുന്നത് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ തരുൺ കാറ്റഗറിയിൽ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ബിസിനസ്സിന് അവരുടെ ഓപ്പറേഷൻസ് എക്സ്പാൻഡ് ചെയ്യാനും അവരുടെ മാർക്കറ്റ് റീച്ച് കൂട്ടാനും പ്രൊഡക്ഷൻ കേപ്പബിലിറ്റി കൂട്ടുന്നതിനും വേണ്ടിയിട്ട് 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ എന്ത് ചെയ്യാറുണ്ട് ലോൺസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അടുത്ത കാറ്റഗറിയാണിത് തരുൺ പ്ലസ് കാറ്റഗറി എന്ന് പറയുന്നത്. സോ ഇതെന്ന് പറയുന്നത് റീസെന്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു കാറ്റഗറിയാണ്. അതായത് 2024-25 ബഡ്ജറ്റിലാണ് ഈ ഒരു കാറ്റഗറി ഓഫ് ലോൺസ് എന്ത് ചെയ്തത് മുദ്ര സ്കീമിൽ അഡീഷണൽ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ ഒറിജിനലി എക്സിസ്റ്റൻസിൽ വരുമ്പോൾ PM മുദ്ര സ്കീം ലോഞ്ച് ചെയ്യുമ്പോൾ 3 കാറ്റഗറി ഓഫ് ലോൺസേ ഉണ്ടായിരുന്നുള്ളൂ, ശിശു, കിഷോർ, തരുൺ. ഇപ്പോ 2024-25 ബഡ്ജറ്റിലാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു പുതിയ കാറ്റഗറി ഓഫ് ലോൺസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതാണെന്ത് തരുൺ പ്ലസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് തരുൺ പ്ലസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തരുൺ കാറ്റഗറിയിൽ ഓൾറെഡി ലോൺ എടുത്ത് അത് സക്സസ്ഫുൾ ആയിട്ട് റീപേ ചെയ്ത് തിരിച്ചടച്ചിട്ടുള്ള ബിസിനസ്സുകൾക്ക് അവരുടെ ഓപ്പറേഷൻസ് ഒന്നും കൂടി എക്സ്പാൻഡ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യും 20 ലക്ഷം രൂപ വരെ 10 ലക്ഷം മുതൽ 20 ലക്ഷം രൂപ വരെ എന്ത് ചെയ്യും ലോൺസ് പ്രൊവൈഡ് ചെയ്യും. അതാണ് തരുൺ പ്ലസ് കാറ്റഗറി. സോ ഓൾറെഡി തരുൺ കാറ്റഗറിയിൽ ലോൺ എടുത്ത് അത് സക്സസ്ഫുൾ ആയിട്ട് തിരിച്ചടച്ച ബിസിനസ്സുകൾക്ക് അവരുടെ ഓപ്പറേഷൻസ് ഒന്നും കൂടി എക്സ്പാൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ തരുൺ പ്ലസ് കാറ്റഗറിയിൽ എന്ത് ചെയ്യും 10 ലക്ഷം മുതൽ 20 ലക്ഷം രൂപ വരെയുള്ള ലോൺസ് എന്ത് ചെയ്യുന്നുണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് എന്ത് 4 കാറ്റഗറീസ് ഓഫ് മുദ്ര ലോൺസ് എന്ന് പറയുന്നത്. ഇനി ആരൊക്കെയാണ് മുദ്ര ലോൺസ് വാങ്ങാനായിട്ട് അല്ലെങ്കിൽ ആർക്കൊക്കെ മുദ്ര ലോൺസ് കിട്ടും? സോ ആർക്കൊക്കെ മുദ്ര ലോൺസ് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽസ് എന്തുണ്ട് മുദ്ര ലോൺസിനുള്ള എലിജിബിലിറ്റി ഉണ്ട്. സോ ഒരു ഇൻഡിവിജ്വലിന് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് കിട്ടും മുദ്ര ലോൺ വഴി ലോൺ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ പ്രൊപ്രൈറ്ററി കൺസേൺസ്, അതായത് ഒരൊറ്റ ഓണറുള്ള ഒരു സിംഗിൾ ഓണറുള്ള ബിസിനസ്സിന് എന്തുണ്ട് ഈ മുദ്ര ലോൺസിന്റെ അണ്ടറിൽ എലിജിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ രണ്ടോ അതിലധികമോ പേര് പാർട്ണർഷിപ്പിൽ നടത്തുന്ന ബിസിനസ്സിനും ലോൺ കിട്ടാനുള്ള എലിജിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസിനും പബ്ലിക് ലിമിറ്റഡ് കമ്പനീസിനും മുദ്ര ലോൺസ് കിട്ടും. അതുപോലെ തന്നെ അതർ ലീഗൽ എൻറ്റിറ്റീസ് മറ്റ് ലീഗൽ എൻറ്റിറ്റീസിനും മുദ്ര ലോൺസിനുള്ള എലിജിബിലിറ്റി ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഇനി ആരൊക്കെയാണ് മുദ്ര ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നത്? സോ മുദ്ര ലോൺ എവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുദ്ര ലോൺ കിട്ടും, അല്ലെങ്കിൽ ആരൊക്കെയാണ് മുദ്ര ലോൺ കൊടുക്കാനായിട്ട് എലിജിബിൾ ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർ മെമ്പർ ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചോദിച്ചു കഴിഞ്ഞാൽ പബ്ലിക് സെക്ടർ ബാങ്ക്സ് പൊതുമേഖലാ ബാങ്കുകൾക്ക് മുദ്ര ലോൺ കൊടുക്കാം, പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾക്ക് മുദ്ര ലോൺ കൊടുക്കാം, സ്റ്റേറ്റ് ഓപ്പറേറ്റഡ് കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് മുദ്ര ലോൺ കൊടുക്കാം, റീജിയണൽ സെക്ടറിലുള്ള റൂറൽ ബാങ്കുകൾക്ക് മുദ്ര ലോൺ കൊടുക്കാം, മൈക്രോ ഫൈനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് മുദ്ര ലോൺ കൊടുക്കാം, നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ കമ്പനീസ് NBFCസിന് മുദ്ര ലോൺ കൊടുക്കാം, സ്മോൾ ഫൈനാൻസ് ബാങ്ക്സിന് മുദ്ര ലോൺസ് പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ
മെമ്പർ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് മുദ്ര അംഗീകരിച്ചിട്ടുള്ള അപ്രൂവ് ചെയ്തിട്ടുള്ള മറ്റ് ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറീസിന് എന്ത് ചെയ്യാൻ പറ്റും? ലോൺ കൊടുക്കാനായിട്ട് പറ്റും. സോ മുദ്ര ഒരു ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറി ആയിട്ട് അല്ലെങ്കിൽ മുദ്ര ഒരു മെമ്പർ ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് അപ്രൂവ് ചെയ്തിട്ടുള്ള ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറീസിന് എന്ത് ചെയ്യാൻ സാധിക്കും? ലോൺസ് കൊടുക്കാനായിട്ട് സാധിക്കും. സോ ഇത്രയും സ്കീംസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്തിരുന്നത്. സോ ഇനി എങ്ങനെയാണ് എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു പ്രാക്ടീസ് ക്വസ്റ്റ്യൻ കൂടി എന്ത് ചെയ്തിട്ടുണ്ട്? ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് ഇന്നത്തെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ. സോ ക്വസ്റ്റ്യൻ ഇതാണ്: കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. സ്റ്റേറ്റ്മെന്റ് 1, there are 3 categories under the Mudra scheme: Shishu, Kishore and Tarun. Statement 2, the Shishu category covers loans from 5 lakh to 10 lakh. Which is or are correct? Option A, only 1. Option B, only 2. Option C, both 1 and 2. Option D, neither 1 nor 2. So ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. മുദ്ര സ്കീമിനെ കുറിച്ച് 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്: there are 3 categories under the Mudra scheme: Shishu, Kishore and Tarun. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്: the Shishu category covers loans from 5 lakh to 10 lakh. ഈ 2 സ്റ്റേറ്റ്മെന്റ്സിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ only 1, ഓപ്ഷൻ ബി only 2, ഓപ്ഷൻ സി both 1 and 2, ഓപ്ഷൻ ഡി neither 1 nor 2. സോ കറക്റ്റ് ആൻസർ എന്താണെന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ സ്കീംസുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് മീറ്റ് ചെയ്യാം. താങ്ക്